മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ പ്രതാപൻ്റെ അമ്മയും കൂടി ചേർന്ന് മഹാലക്ഷ്മിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോഹിനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുമ്പളപ്പൊക്കെ എടുത്ത് അതിൽ നന്നായിട്ട് തന്നെ ആ മരുന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് വേറൊന്നിനല്ല, മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോകാനും മഹാലക്ഷ്മിക്ക് ഭയങ്കര അസുഖങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കിയ നമ്മളുടെ മോഹിനിയാണെങ്കിൽ അവർ പോയി കിടന്നതിന് ശേഷം എഴുന്നേറ്റ് അടുക്കളയിൽ വരുന്നുണ്ട്. ആ സമയത്ത് ഇവർ മരുന്ന് പുരട്ടി വെച്ചിരിക്കുന്ന കുമ്പളപ്പം ഒരു ട്രെയിലേക്ക് ഇട്ടിട്ട് ഇവർക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ കുമ്പളപ്പം ആ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. പിന്നീട് എന്തായാലും ഈ മരുന്ന് എൻ്റെ മോൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചവർ തന്നെ ഇത് കഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മരുന്ന് തേച്ച് വെച്ച കുമ്പളപ്പാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് മോഹിനി പോയി കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റതും നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും പ്രതാപനും ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഇന്നത്തോടുകൂടി അവളുടെ മോളുടെ വയറ്റിലുള്ള കുഞ്ഞ് പോകും. അതെന്തായാലും അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ പലഹാരം കഴിച്ചിട്ടാവുമ്പോൾ അതിൻ്റെ കുറ്റം നമുക്ക് അവളുടെ തലയിൽ തന്നെ കെട്ടിവെക്കാം. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, മോഹിനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ അവർക്ക് അറിയാമേ, അതുകൊണ്ട് നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യം അവളുടെ കുഞ്ഞ് പോവുക എന്നുള്ളതാണ്. അത് നടന്നു കിട്ടിയാൽ മതി. പിന്നീട് ആ കുറ്റം ഏൽക്കാനും ഞാൻ തയ്യാറാണ്, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ, ഇന്ന് അവൾ ആ പലഹാരമൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. ശത്രുക്കൾ തനിക്കെതിരെ എന്ത് നീക്കം നടത്തിയാലും അതൊക്കെ എൻ്റെ അടുത്ത് തന്നെ അവർ പറയും, അപ്പം നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞു കഴിയുമ്പം അവർക്ക് എന്തെങ്കിലും സംശയം തോന്നില്ലേ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, സംശയിക്കുകയാണെങ്കിൽ സംശയിച്ചോട്ടെ, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ വേണ്ടി വന്നാൽ ഞാൻ എഴുന്നേറ്റ് നടന്നു എന്ന് അവരെ കാണിക്കാനും എനിക്ക് മടിയൊന്നുമില്ല. അതോടുകൂടി ഈ നാടകം അവസാനിക്കുകയും ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനൊരു നാടകം കളിക്കുന്നത് തന്നെ നമ്മളുടെ കുഞ്ഞിന് കുഴപ്പമൊന്നും കൂടാതെ ആ കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞാന്ന് എൻ്റെ ശത്രുക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ഇതിലും വലിയ ദ്രോഹങ്ങൾ ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ. ഇനിയിപ്പോൾ എന്തായാലും തൻ്റെ അമ്മ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ താൻ കഴിക്കാതിരിക്കുമൊന്നും വേണ്ട, ധൈര്യമായിട്ട് തന്നെ ഇത് കഴിച്ചു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും കരുണയുടെ കുഞ്ഞ് പോയതിൻ്റെ വിഷമം അവർക്കറിയാം, എന്നിട്ടും അവർ ഈ ഭൂമിയിലേക്ക് ജനിക്കുക പോലും ചെയ്യാത്ത ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനാണല്ലോ കണ്ണേട്ട ശ്രമിക്കണേന്ന് പറയുമ്പോൾ അത് തൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിയും മാത്രമല്ല കരുണയും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. കരുണയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇതിനു മുമ്പ് ഒരിക്കലും കരുണ ഇത്രയധികം സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ രണ്ടാനമ്മയും സ്വാതിയും എല്ലാവരും തൻ്റെ കുഞ്ഞ് ഇന്നത്തോടുകൂടി പോകുന്നുള്ള സന്തോഷത്തിലാണ്. എന്തായാലും തൻ്റെ അമ്മ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് രാവിലെ തന്നെ തൻ്റെ അച്ഛൻ ഈ കരുണയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും അവർ സന്തോഷിക്കട്ടെ എന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, സന്തോഷം അധികം നേരം ഒന്നും ഉണ്ടാവില്ല. വിഷം കലർത്തിയവർ തന്നെ ആ വിഷം കഴിച്ചു കഴിയുമ്പോൾ ഇനിയിപ്പോൾ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കോളുന്നു. ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുന്ന സമയത്ത് പ്രതാപൻ മേഘനാഥൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. പ്രതാപൻ്റെ ഫോൺ ഉണ്ടതും പ്രതാപനങ്ങളാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് മേഘം ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ അങ്കിളെന്ന് ചോദിച്ചതും, എടാ മേഘ, ഒരു സന്തോഷ വാർത്തയുണ്ട്, ഇന്നത്തോടുകൂടി ആ ലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞ് പോയി കിട്ടും. അതെങ്ങനെയാണ് അങ്കിളെന്ന് ചോദിക്കുമ്പം, ഇന്ന് മോഹിനി ഒരുപാട് പലഹാരമായിട്ട് മഹാലക്ഷ്മിയെ കാണാനായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. അത് കൊണ്ട് എങ്ങനെയാണ് കുഞ്ഞ് പോണേന്ന് വയ്ക്കുമ്പം, അത് വേറൊന്നും അല്ലടാ, അന്ന് കരുണമോളുടെ കുഞ്ഞ് പോയില്ലേ ഒരു മരുന്ന് കഴിച്ചിട്ട്, ആ ഒരു മരുന്ന് ഞങ്ങൾ ആ പലഹാരത്തിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾക്ക് ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് അവളുടെ കുഞ്ഞ് പോവും. സമയത്ത് മേഘനാഥനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പൊട്ടി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, ഇന്ന് അവളെ ഇവിടെ വന്ന് എന്നെ വിളിച്ചിട്ട് പോയേ ഉള്ളൂ, അവളുടെ സ്വത്തുക്കളൊന്നും കണ്ണിന് വിട്ടു കൊടുക്കില്ല എന്നും പറഞ്ഞ്. അതുമാത്രമല്ല, കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുമെന്നും പറഞ്ഞു. ഇനി അവൾ ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കണേ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണണമെന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ അമ്മയും കൂടി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. എന്തായാലും മോഹിനി ഉണ്ടാക്കി കൊണ്ടുപോകണം പലഹാരമായതുകൊണ്ട് അവൾ സംശയിക്കില്ല, അത് മുഴുവൻ അവൾ കഴിക്കും. അവൾ മാത്രമല്ല, അവളെ നോക്കണ വ്യക്തിയുണ്ടല്ലോ ലേഖ, അവളും കഴിക്കും. ഒക്കെയും ആസ്പത്രിയിൽ പോയി കിടക്കട്ടെ എന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, അതേതായാലും നന്നായി എങ്കിൽ എന്നാൽ ശരി, ഡോക്ടറെ കാണാൻ പോവാന്നും പറഞ്ഞ് മേഘം ഫോൺ വയ്ക്കുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയും കരുണേനെയൊക്കെയാണ്. കരുണയാണെങ്കിൽ മുത്തശ്ശിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി ഫോൺ എടുത്തതും എന്തായി മുത്തശ്ശി, അമ്മ പലഹാരമായിട്ട് പോയോന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ അവൾ രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി അവളുടെ മോൾക്ക് പലഹാരമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും മുത്തശ്ശിയും പലഹാരത്തിൽ ആ മരുന്ന് ചേർത്തില്ലേന്ന് ചോദിക്കുമ്പം പിന്നെ ചേർക്കാതെ എല്ലാത്തിലും ഞങ്ങൾ നല്ലോണം തന്നെ ആ മരുന്ന് തൂത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഒരെണ്ണം കഴിച്ചാൽ മതി, അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാൻ. എന്തായാലും അവൾക്ക് മാത്രമല്ല അവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ ലേഹ, അവൾക്കും കഴിക്കാനുള്ളതിൽ ഞങ്ങൾ തേച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അത് നന്നായി മുത്തശ്ശി, എല്ലാ കാര്യത്തിനും അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ആ ആനന്ദവും ലേഖയ, അവർക്കും മുത്തശ്ശി ഒരു പണി കൊടുത്തത് നന്നായി, അവരും ആസ്പത്രിയിൽ പോയി കിടക്കട്ടെ എന്ന്. ആ സമയത്ത് ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. ദുർഗ വന്നതും കരുണ ഫോൺ വയ്ക്കുമെന്നും പറഞ്ഞ് വെച്ചിട്ട് ദുർഗയോട് വിവരങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് ദുർഗയ്ക്ക് അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വേഗം തന്നെ ദുർഗ ഈ സന്തോഷ വിവരം കണ്ണനോട് പറയാനായിട്ട് കണ്ണൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണനവിടെ നിൽക്കുന്ന സമയത്താണ് ദുർഗ ചെല്ലണത്. ആരുടെയോ ഒരു അനക്കം കേട്ടതും കണ്ണൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദുർഗ റൂമിലോട്ട് കയറി വരുന്നതാണ് കാണുന്നത്. വേഗം തന്നെ കണ്ണനാണെങ്കിൽ അടുത്തിരിക്കണ വീൽ ചെയറിലോട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ റൂമിലേക്ക് ചെന്നതും എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം, എടാ മോനെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്ത് സന്തോഷ വാർത്തയാണെന്ന് ചോദിക്കുമ്പോൾ, നീ അറിഞ്ഞില്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മോഹിനി ഉണ്ടാക്കി വെച്ച പലഹാരത്തിലൊക്കെയും ഈ കരുണമോളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് വിഷം ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന്. ആ വിഷം ചേർത്ത പലഹാരമായിട്ട് മോഹിനി ലക്ഷ്മീനെ കാണാൻ പോയിട്ടുണ്ട്. ഇന്ന് എന്തായാലും ആ പലഹാരം കഴിച്ച് അവളുടെ വയറ്റിൽ കിടക്കണം കുഞ്ഞു പോവും. അതുമാത്രമല്ല ആ മരുന്നിന് മറുമരുന്ന് ചെന്നില്ലെങ്കിൽ ആൾ പോലും മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ് കരുണമോള് പറഞ്ഞതെന്ന്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അത് ശരിയാ, എന്തായാലും ആ മരുന്ന് കഴിക്കാൻ പോകുന്നത് എൻ്റെ ഭാര്യയല്ല, നിങ്ങളും നിങ്ങളുടെ മരുമകളും അവളുടെ ബന്ധുക്കളും തന്നെയാണ്, അല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകണില്ല. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്കൊരു വിഷമം പോലെ, ഇനിയിപ്പോൾ കുഞ്ഞിനെ കൊല്ലണത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പം, കാര്യം ഒരു കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷേ എന്നോട് ഈ ചതി ചെയ്യണവരെ വെറുതെ വിടണമെന്നും എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്തോളാൻ. അതേസമയം നമ്മളുടെ മോഹിനിയാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. മോഹിനീനെ കണ്ടതിൽ ലേഖ വേഗം തന്നെ വന്നിട്ട്, ഓ മഹീദേ അമ്മ വന്നേക്കണമെന്നും പറഞ്ഞ് മോഹിനീനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അകത്ത് ചെന്നതും മോഹിനി കയ്യിലിരുന്ന പാക്കറ്റെല്ലാം ലേഖയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ലേഖ ചോദിക്കുന്നുണ്ട്, അമ്മ ഒരുപാട് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ എന്തിനാണ് ഇത്രമാത്രം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ, അത് ലക്ഷ്മി മോൾക്ക് മാത്രമല്ല മോൾക്കും അനന്തുവിനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അമ്മേ. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം, അവിടെ അവർക്കുള്ള പലഹാരമൊക്കെ ഇരിക്കണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, മോള് വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു, എന്നാലും മനുഷ്യർ ഇത്രയും ദുഷ്ടതയോടുകൂടി ചിന്തിക്കണേ എങ്ങനെയാണ് അമ്മേ, ഈ ഭൂമി കാണാത്ത ഒരു കുഞ്ഞിനെ കൊല്ലാനാണല്ലോ അവർ പ്ലാൻ ചെയ്തതെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, കരുണയുടെ അച്ഛനും മുത്തശ്ശിയും അങ്ങനത്തെ ചിന്താഗതിക്കാരാണ്, അവർ വളർത്തിയ കരുണയുടെ സ്വഭാവം ഇങ്ങനെയായത്, ചെറുതിലേ മുതൽ അവരിങ്ങനെയാണ് കരുണയെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് കരുണയ്ക്ക് ലക്ഷ്മി മോളോട് ഒട്ടും ഇഷ്ടമില്ലാത്തതെന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, പക്ഷേ മഹാലക്ഷ്മിക്ക് നേരെ തിരിച്ചാൽ കരുണ സന്തോഷമായി ജീവിക്കണമെന്ന് തന്നെ മഹാലക്ഷ്മി എപ്പോഴും ആഗ്രഹിക്കണേന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ലക്ഷ്മി മോൾക്ക് എൻ്റെ സ്വഭാവമാണ് കിട്ടിയേക്കണേ, പക്ഷേ കരുണ മോൾക്ക് അവളുടെ അച്ഛൻ്റെ മുത്തശ്ശിയുടെ സ്വഭാവമാണ് കിട്ടിയേക്കണേന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. മഹാലക്ഷ്മിയെ കണ്ടതും മോളേന്നും പറഞ്ഞ് മോഹിനി ചെല്ലുമ്പം, എന്തായി അമ്മേ, ഞങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ അമ്മ ചെയ്തില്ലേന്ന് വയ്ക്കുമ്പം, പിന്നില്ലാതെ മോള് വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ എനിക്ക് അബദ്ധം പറ്റിയേനെ. ഞാൻ ചെന്ന് നോക്കുമ്പം അമ്മയും മകനും കൂടി എല്ലാ കുമ്പളപ്പത്തിലും വിഷം പരട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ കുമ്പളപ്പം അവർക്ക് കഴിക്കാൻ വെച്ചിരുന്നിടത്തേക്ക് വെച്ചിട്ട് അവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന കുമ്പളപ്പം എടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്തായാലും മോളിതൊന്ന് കഴിച്ച് നോക്കിയെന്നും പറഞ്ഞ് മഹാലക്ഷ്മിക്ക് കൊടുത്തതും മഹാലക്ഷ്മി അത് വാങ്ങി കഴിച്ച് നോക്കിയിട്ട്, എന്ത് രുചിയാണ് അമ്മയുടെ കുമ്പളപ്പത്തിന്, ഇത്രയും ടേസ്റ്റിൽ ഞാൻ വേറെ ഒരു സ്ഥലത്തുനിന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ലേഹയ്ക്കും മഹാലക്ഷ്മി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ലേഹയും കഴിച്ചു നോക്കിയിട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ്. മേഘനാഥനെ തോമസ് ഡോക്ടർ കാണാൻ വന്നിട്ട്, എങ്ങനെയുണ്ട് മേഘ, ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, നല്ല കുറവുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പം, സാറ് അറിഞ്ഞില്ലേ പുതിയ വിശേഷം, ആ മഹാലക്ഷ്മി ഉണ്ടല്ലോ കണ്ണനെ ചതിച്ചിട്ട് പോയില്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതാപനങ്ങളുടെ അമ്മയും കൂടെ ചേർന്ന് ഈ മഹാലക്ഷ്മിയുടെ അമ്മ മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പലഹാരത്തിൽ വിഷം ചേർത്തിട്ടുണ്ട്. ആ വിഷം ചേർത്ത പലഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞ് അപ്പം തന്നെ മരിച്ചു പോകുമെന്ന്. അത് കേട്ടതും തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ജനിക്കാത്ത കുഞ്ഞിനോട് പോലും ഇത്രയും ദ്രോഹം ചെയ്യണോ, അത് ഒരു സാധുവായ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പം, അവളുടെ കുഞ്ഞല്ലേ, അത് ജനിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും, അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് അതിനെ ഇല്ലാണ്ടാക്കാൻ നോക്കണേന്ന്.
ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, എന്നാലും അവൾ വലിയൊരു ചതിയല്ലേ ഡോക്ടർ ചെയ്തതെന്ന് ചോദിക്കുമ്പം ആര് തെറ്റ് ചെയ്യണോ അവർക്കൊക്കെ ദൈവം അതിനനുസരിച്ചുള്ള ശിക്ഷ തന്നെ കൊടുക്കും, അത് അധികം വൈകാതെ തന്നെ കിട്ടുമെന്ന് ഇങ്ങനെ തോമസ് ഡോക്ടർ പറയുമ്പോൾ മേഘനാഥൻ വിചാരിക്കുന്നത് മഹാലക്ഷ്മിക്ക് ശിക്ഷ കിട്ടണതിനെ കുറിച്ചാണ് ഈ ഡോക്ടർ പറയണതെന്നാൽ ശരിക്കും ഡോക്ടർ പറയണത് മേഘന് തിരിച്ചടി കിട്ടുമെന്ന് തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് കണ്ണൻ വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും മോഹിനിയാണെങ്കിൽ കണ്ണൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മോനെ വാ, അമ്മ കൊടുന്ന പലഹാരമൊക്കെ കുറച്ച് കഴിച്ച് നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ ആ കുമ്പിളപ്പൊക്കെ മേടിച്ച് കഴിച്ചിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിക്കണതുകൊണ്ട് എന്തൊക്കെ ഗുണം ഉണ്ടായിന്ന് അമ്മയൊന്ന് നോക്കിക്കേ, അല്ലെങ്കിൽ ഇപ്പം അമ്മ കൊണ്ടുവന്ന പലഹാരം കഴിച്ച് ഇയാളുടെ കുഞ്ഞ് പോകേണ്ടതല്ലേ, ഇതിപ്പോൾ ഞാൻ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ശത്രുക്കളുടെ എല്ലാ നീക്കവും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, അത് മോൻ പറഞ്ഞത് നേരെ, ഇല്ലെങ്കിൽ നമ്മളിത് അറിയില്ലായിരുന്നല്ലോ, ഞാൻ ഈ വിവരം അറിയാതെ പലഹാരം കൊണ്ടുവന്ന് മോൾക്ക് കൊടുത്തേനെ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അമ്മ ചെയ്തിട്ടില്ലേ, ഇനിയിപ്പോൾ ആ പലഹാരവും പൊക്കി പിടിച്ചുകൊണ്ട് പ്രതാപനും അയാളുടെ അമ്മയും കമലേശ്വരത്തേക്ക് വരുമെന്ന് അറിയില്ല. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, അവിടെ പിന്നെ അമ്മയാകാൻ പോകുന്നവരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവിടെയുള്ളവർ കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രതാപേട്ടൻ്റെ അമ്മയ്ക്കും കുമ്പിളപ്പം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവർ തന്നെ അത് മൊത്തം കഴിക്കാൻ സാധ്യതയുണ്ടെന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അവരങ്ങനെ മൊത്തം കഴിക്കുകയാണെങ്കിൽ അവർ ആസ്പത്രിയിൽ പോയി കിടക്കട്ടെ, ഇങ്ങനെയുള്ള തിരിച്ചടികളെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അത് കേട്ടതും മോഹിനിയും മഹാലക്ഷ്മിയും ലേഖയൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.